വലിയ രക്ഷ അത് ആർക്കും ഹല്ലേലൂയ സ്തോത്രം അത് നമുക്ക് ഫ്രീയായി ലഭിക്കുമ്പോൾ നമുക്കൊരു മറുവിലയും കൊടുക്കേണ്ടതില്ല. സകലത്തിനും പരിഹാരികനായ യേശു തന്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് മറുവിലയാക്കപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് യേശുവിനുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലും രക്ഷയും കാരണമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഞങ്ങളെ രക്ഷിച്ച ദൈവം, ഞങ്ങളെ പിടിപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാകുന്നു. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. മറ്റൊരുത്തിന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് ആ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് നിങ്ങളുടെ നാഥനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളോടാകുവാനും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും നിങ്ങൾ അങ്ങനെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. അതുകൊണ്ട് പ്രിയരെ, ഹല്ലേലൂയ സ്തോത്രം, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോകരുത്. അതിനെ നമ്മൾ ഹല്ലേലൂയ ചെറുതായി കാണരുത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. അത് 30, 60, 80, 100 വയസ്സ് വരെ മാത്രം. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യരത്ര ക്ഷണികനാണെന്ന് നമ്മെ വിളിച്ചറിയിക്കുന്നു. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശു ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗത്തേക്ക് പോയപ്പോൾ സ്വർഗീയ ദൂതന്മാർ അവിടുന്ന് അങ്ങ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു അവൻ നിങ്ങൾ കാണുന്നത് പോലെ അവൻ വീണ്ടും വരും. അവൻ പറഞ്ഞതുപോലെ വരും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. യേശു നമുക്ക് വേണ്ടി, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് വേണ്ടി, യേശുവിനെ നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ആ ഭവനത്തിന്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം